എനിക്ക് മതം ഒരു ജീവിത രീതിയാണ്, സംഗീതം ജീവിതമാർഗവും. അതിനാൽ അതാണ് എന്റെ മതം. ഈ മതം ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു. തബലയിൽ നിന്ന് മാന്ത്രിക സ്വരങ്ങൾ തീർത്ത ആ സംഗീത ചക്രവർത്തി സാക്കിർ ഹുസൈൻ അൽരേഖ ഖുറേഷി എന്ന ഇതിഹാസം ഓർമ്മയായി. 1970 19-ാം വയസ്സിൽ ന്യൂയോർക്ക് നഗരത്തിൽ പണ്ഡിറ്റ് രവിശങ്കറിനോടൊപ്പം കച്ചേരി നടത്തിയാണ് അദ്ദേഹം അന്താരാഷ്ട്ര രംഗത്ത് തന്റെ വരവറിയിച്ചത്. 1973 ജോർജ് ഹാരിസിന്റെയും ജോൺ ഹാൻഡിയുടെയും ആൽബങ്ങളിൽ അവസരം ലഭിച്ചു. അതേ വർഷം ഇന്ത്യൻ പാശ്ചാത്യ സംഗീത സമന്വയം സാധ്യമാക്കിയ ശക്തി എന്ന സംഗീത സംഘത്തിൽ അദ്ദേഹം ഭാഗമായി. 1987 ആദ്യമായി പുറത്തിറക്കിയ സ്വന്തം ആൽബം മേക്കിംഗ് മ്യൂസിക് വ്യാപക പ്രശംസ നേടി. ധാരാളം ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകി. ഉസ്താദിന് മലയാളത്തോട് പ്രത്യേകിച്ച് ഇഷ്ടവും കേരളത്തിൽ ധാരാളം ആരാധകരും ഉണ്ടായിരുന്നു. മോഹൻലാൽ നായകനായ വാനപ്രസ്ഥം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ ഒരേയൊരു ചിത്രത്തിന് മാത്രമേ അദ്ദേഹം സംഗീതം നൽകിയിട്ടുള്ളൂ. എങ്കിലും അത് ഒരു കൂട്ടം ആരാധകർ സ്വീകരിച്ചു. മെർച്ചന്റ് ഐവറിയുടെ ഹിറ്റ് ആൻഡ് ഡസ്റ്റ്, ഇൻ കസ്റ്റഡി, മിസ്റ്റിക് മാസർ, ബെർത്തലുച്ചിയുടെ ലിറ്റിൽ ബുദ്ധ, അപർണ സെന്നിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ, രാഹുൽ തൊലാഗിയുടെ പറസാനിയ തുടങ്ങിയവയും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. അംഗീകാരങ്ങളും നിരവധിയാണ്. പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ നേടിയിട്ടുള്ള ഹുസൈൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോയ്ക്കുള്ള ദേശീയ എൻഡോമെന്റ് കൂടിയാണ്. കാർണഗി ഹാൾ പോലുള്ള പ്രശസ്തമായ വേദികൾ അദ്ദേഹം പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുകയും ജാസ് ഇതിഹാസങ്ങൾ, പാശ്ചാത്യ ക്ലാസിക്കൽ ഓർക്കസ്ട്രകൾ, കർണാടക സംഗീത മാസ്റ്ററുകൾ എന്നിവരുമായി സഹകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തബലയുടെ കൂടെ ഏതു വാദ്യത്തെയും ചേർക്കാമായിരുന്നു. അനായാസം അദ്ദേഹം അതിലേക്ക് സ്വയം ലയിപ്പിച്ചു ചേർക്കുമായിരുന്നു. ഓരോ ജുഗൾബന്ദിയും ഓരോ ഉത്സവമായി. കടലും മഴയും മിന്നൽ പിണരും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അതെല്ലാം തബലയിൽ സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വിരലുകൾക്ക് അറിയാമായിരുന്നു.